ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് സ്റ്റേ ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നല്ലൊരു മുട്ടച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുത്തുവിടാൻ പാകത്തിനുള്ളൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. ഇത് റെഡിയാക്കിയെടുത്തത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു മുട്ടച്ചോറ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ബിരിയാണി റൈസിൽ തന്നെയാണ്. നമ്മൾ ബിരിയാണിക്കൊക്കെ റൈസ് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുന്നത് പോലെ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഏത് റൈസ് വെച്ചിട്ടും ഈ ഒരു മുട്ടച്ചോറ് റെഡിയാക്കി എടുക്കട്ടെ. നമ്മൾ സാധാ റൈസ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുക. അപ്പം ഞാൻ ഇതേപോലെ ഒരു 80% ഒരു റൈസ് വേവിച്ചെടുത്തിട്ടാണ് ആ ഒരു മസാലയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് മുട്ട ചേർത്തിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 7 വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്താൽ മതിയിട്ട്. നല്ലതുപോലെ കനം കുറച്ചിട്ട് കൊത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഒരു സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സവാള നല്ലോണം വാടിയിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നതിന് തൊട്ട് മുൻപ് നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക. അതുവരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു തക്കാളി നമുക്ക് നല്ലതുപോലെ വെന്തിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണേ, അതുവരെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ റൈസ് വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നീട് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറവായിട്ടാണെങ്കിൽ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 മുട്ടയാണ്. റൈസ് എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോയിലും കുറച്ച് കുറവായിട്ടാണ് റൈസ് എടുത്തിരിക്കുന്നത്. മുട്ട ചേർത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഒത്തിരി ഒന്ന് മിക്സ് ചെയ്തിട്ട് തീർത്തങ്ങ് പൊടിച്ച് ഉടച്ചെടുക്കണ്ട കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിക്ക് ഒരു മുട്ടയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടൊന്ന് നമുക്ക് പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഒരു മുട്ട മസാല ഇതേപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേവിച്ചിട്ട് വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പിള്ളേർക്ക് റെഡിയാക്കി എടുക്കുന്നത് കൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ ആൾക്കാർക്കൊക്കെ കഴിക്കാനാണെങ്കിൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനുശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മുടെ റൈസ് റെഡി ആയിരിക്കുന്നതാണ്. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടച്ചോറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മുട്ടച്ചോറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.